മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ പണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തൊരു സന്ദേശമായിട്ട് നമ്മൾ ചില വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അതിനൊരു ലക്ഷ്യാർത്ഥമുണ്ട്, വ്യംഗ്യാർത്ഥമുണ്ട്, വാച്യാർത്ഥമുണ്ട്. വ്യംഗ്യാർത്ഥം അതിൽ ഹിഡനായിട്ടിരിക്കുന്നത്, ലക്ഷ്യാർത്ഥം ആ വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വാച്യാർത്ഥം വാക്കുകൾ തമ്മിൽ ചേർക്കുമ്പോൾ. നമ്മളിപ്പോ നിന്റെ ജന്മം പോത്തിന്റെ ജന്മമാണോ എന്ന് ചോദിച്ചു വിചാരിക്കാം. അതിൻ്റെ അർത്ഥം നമ്മൾ അയാളെ പോത്ത് എന്ന് പറഞ്ഞു എന്നല്ല. പണ്ട് ഒരു കേന്ദ്രമന്ത്രി അദ്ദേഹത്തിനോട് പത്രക്കാരോ ആരോ ചോദിച്ചു അത്രേ, ഈ പാവപ്പെട്ടവരെ, താഴ്ന്ന ജാതിക്കാരെ ഇങ്ങനെ കൊല്ലുന്നത് അല്ലെങ്കിൽ അവർ മരിക്കുന്നത് അങ്ങക്ക് വേദന ഉണ്ടാക്കുന്നില്ലേ എന്ന്. അദ്ദേഹം പറഞ്ഞത്, ഒരു സാധാരണ പട്ടി ചത്താൽ പോലും എനിക്ക് അസാധാരണ വേദനയുണ്ട്. ഉടനെ തന്നെ ഈ പാവപ്പെട്ടവനെ പട്ടിയോട് ഉപമിച്ചു എന്നാക്കി വലിയൊരു വാർത്തയാക്കി മാറ്റി. ആ മന്ത്രി, അയാൾ ഏത് പാർട്ടിയിലുള്ള ആളായാലും കേൾക്കുന്നവന് വളരെ വ്യക്തമായിട്ട് അറിയാം അയാൾ അവരെ പട്ടിയോട് ഉപമിച്ചതല്ല, മറിച്ച് ഒരു സാധാരണ വലിയ മൂല്യം കൽപ്പിക്കാത്ത ഒരു ജീവിക്ക് വേദന സംഭവിച്ചാലും മരണം സംഭവിച്ചാലും ദുഃഖിക്കുന്ന ഞാൻ ഈ മനുഷ്യന് വേദന സംഭവിച്ചപ്പോൾ ദുഃഖിക്കില്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആ വാക്ക് പ്രയോഗത്തെ ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കും. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ശരിക്ക് പോത്തിന്റെ ജന്മമാണോ നിന്റേത് എന്ന ചോദ്യത്തിന് നീ പോത്താണെന്നല്ല അർത്ഥം. പോത്തിന്റെ ചെവിയിൽ വേദം ഓതുന്നത് പോലെയാണ് നിന്നോട് കാര്യങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, അയാൾ പോത്തിനോട് എന്നെ ഉപമിച്ചു എന്ന് പറയാറുണ്ട്. പട്ടി നനയുന്ന പോലെ ആണ് അവർ വരുന്നത് എന്ന് പറഞ്ഞാൽ അവരൊക്കെ പട്ടികളാക്കി എന്നാണോ അർത്ഥം? പട്ടികൾ നനയുന്ന പോലെ എന്ന് വെച്ചാൽ റോഡിൽ കൂടെ കാണാൻ സാധിക്കും. നല്ല മഴ പെയ്യുമ്പോൾ പട്ടി ഇത്തിരി തല കുനിച്ചുകൊണ്ട് അതിങ്ങനെ ഓടി നനയുന്ന, പട്ടി നനയുന്ന പോലെ എന്നൊരു പ്രയോഗമുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രയോഗമുണ്ട്, കാള പെറ്റു എന്ന് കേട്ടാല്, എൻ്റെ വീട്ടിലെ കാള പെറ്റു എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും കയറെടുക്കുന്നവരാന്ന് പറഞ്ഞാല് ആ കാള പെറ്റു എന്നുള്ള വാക്കിന് കാള പെറാറുണ്ടോ അത് യഥാർത്ഥത്തില്? അത് മാത്രമല്ല, പന്നി എന്ന പ്രയോഗം ഒരാൾ നടത്തിയെന്ന് വിചാരിക്കാം. അഭിമാനത്തോടുകൂടി ഒരു ഹിന്ദുവാണെന്ന് പറയുന്ന ആളാണ് ഞാൻ. ഇനി ഒരു 100 ജന്മം ഉണ്ടെങ്കിൽ 100 ജന്മവും ഹിന്ദുവായി തന്നെ ഈ ഭൂമിയിൽ ജനിക്കണം. പക്ഷെ ഫസ്റ്റ് ഐ ആം ആൻ ഇന്ത്യൻ. അർണബ് ഗോസ്വാമി പറഞ്ഞ പോലെ ഞാൻ ഒന്നാമത്തെ ഒരു ഹിന്ദുവാണ്, ഇന്ത്യനാണ്. 2 ഞാനൊരു ഹിന്ദുവാണ്. ആദ്യം ഭാരതീയൻ, പിന്നെ ഞാനൊരു ഹിന്ദു. അങ്ങനെ ഹിന്ദു എന്ന ആ ധന്യമായ ജന്മം ലഭിച്ച എനിക്ക് പന്നി എനിക്ക് ആരാധ്യമാണ്. ഹിന്ദുക്കൾക്കെല്ലാം ആരാധ്യമാണ്. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹോദ വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കീതി ദേശ. 10 അവതാരങ്ങൾ ഉണ്ടായതില് മത്സ്യാവതാരം വേദത്തെ എടുക്കാനാണ് പറയുന്നത്. കൂർമാവതാരം പാലാഴി കളയുന്ന സമയത്ത് ഉണ്ടായിരുന്ന വരാഹം പൂർണ്ണമായിട്ടും ഭൂമിയെ സംരക്ഷിക്കാനുണ്ടായ ഒരു അവതാരമാണ്. ആസുരീക പ്രപഞ്ച ശക്തികളിൽ നിന്ന് മനുഷ്യവാസമുള്ള ഭൂമിയെ സംരക്ഷിക്കാനുണ്ടായ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള അവതാരമാണ് വരാഹം, പന്നിയായിട്ട്. പിന്നെ നോക്കുക, നരസിംഹാവതാരം ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ്. മഹാബലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് പ്രഹ്ലാദനെ അനുഗ്രഹിക്കാൻ വന്നതാണ്. വാമനൻ മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹാവതാരത്തില് മഹാബലിയായിട്ട് ബന്ധപ്പെട്ടതല്ല, ഒരു വരി തെറ്റിയതാണ്. നരസിംഹാവതാരം ഉണ്ടായത് ഹിരണ്യകശിപുവും പ്രഹ്ലാദനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതേപോലെ വാമനന്റെ എടുക്കുകയാണെങ്കിൽ മഹാബലിയുമായിട്ട് ബന്ധപ്പെട്ട അവതാരം. ഒരു രാജാവിന്റെ കാര്യത്തിന് വന്നാണ്, ഒരു രാജാവിന്റെ കാര്യത്തിനും വന്നതാണ് നരസിംഹാവതാരം. പിന്നെ വാമന രാമോ രാമശ്ച രാമശ്ച, ശ്രീരാമൻ ബലരാമൻ പരശുരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി, എല്ലാം ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വന്നതാണ്. ഏറ്റവും ഉജ്ജ്വലമെന്ന്
ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിച്ചതാണ് വരാഹാവതാരം, ഭൂമിയെ തന്നെ സംരക്ഷിക്കാൻ. അത് കഥാരൂപത്തിൽ വിവരിച്ചിരിക്കുന്നതാണ്, ചരിത്രമൊന്നുമല്ല. അതുകൊണ്ട് ഒരാൾ പന്നി എന്ന പ്രയോഗം നടത്തിയാൽ ആ പന്നിയെയാണ് തിരുവനന്തപുരത്തെ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പന്നിയൂർ എന്ന പ്രദേശത്തിന് പേര് വരാൻ കാരണം ഹിന്ദുക്കൾ ആരാധിക്കുന്ന വരാഹാവതാരത്തിൻ്റെതാണ്. പന്നി ഹൈന്ദവ ജനതയ്ക്ക് നികൃഷ്ടവുമല്ല, നീചവുമല്ല, ഏറ്റവും ഉജ്ജ്വലമാണ് അവതാരത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ. പിന്നെ പന്നി പ്രസവിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ പോത്തിന്റെ ജന്മമാണോ എന്ന് ചോദിച്ച പോലെ, പന്നി പ്രസവിക്കുന്നത് മനുഷ്യൻ പ്രസവിക്കുന്നതും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് സാമാന്യം ബയോകെമിസ്ട്രിയിൽ PhD എടുത്ത ഒരു വ്യക്തിക്ക് അറിയാൻ സാധിക്കില്ലേ? അപ്പോ നമ്മളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുന്ന വാക്കുകൾ അതിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് മനുഷ്യനെ പന്നിയാക്കി എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കുമ്പോൾ, വിവരിക്കുമ്പോൾ അതിൻ്റെ പുറകിലുണ്ടാകുന്ന വികാരങ്ങളുടെ നെഗറ്റീവുകൾ ചിലപ്പോൾ തീരാത്തതായിരിക്കും. ഏത് സമയത്ത് എന്ത് എങ്ങനെ പറയുന്നു എന്നുള്ളതും അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ പറയുന്നതുമെല്ലാം വളരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അവിടെ വാക്കുകളുടെ വാച്യാർത്ഥം ഏതെങ്കിലും നെഗറ്റീവുകൾക്ക് കാരണമാകും എന്ന് വേണ്ടവരും വേണ്ടാത്തവരും ചിന്തിച്ച് അതിനെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് സമൂഹത്തിൽ പലപ്പോഴും നെഗറ്റീവുകൾ ഉണ്ടാവുന്നത്. ധന്യമായ അർത്ഥത്തിൽ ഏറ്റവും പവിത്രമായിട്ടുള്ള ഭൂമിയെ തന്നെ സംരക്ഷിക്കാൻ വന്ന വരാഹ അവതാരം ആ മനസ്സിൽ സങ്കല്പിച്ചാൽ അതിന് അപവിത്രതയൊന്നുമില്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയെന്ന് മാത്രമല്ല, എൻ്റെ കൂട്ടത്തിലുള്ള കുറേ പേരതിങ്ങനെ അതല്ലേ സത്യം എന്നുകൂടി പറഞ്ഞപ്പോഴത്തേക്കും വളരെ വിപുലമായിട്ടൊരർത്ഥവും കൂടി നമ്മുടെ വരാഹാവതാരത്തിനുണ്ട് എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. പ്രണാമം, നമസ്കാരം.